ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ എവിടെയെന്ന് വെച്ചാൽ DXBയിലാണ് കേട്ടോ. റിനുമോള് ഒരാവശ്യമായിക്കണു. ക്ലാസ്മേറ്റ്സിൽ നിന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് DXB കയറിയത്. അവിടുന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ നേരെ വാമി കയറി. അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ല കുട്ടിക്കൊന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സാമി കയറി. അല്ലോ, മണ്ണാർക്കാട് ഏറ്റവും തിരക്കുള്ളൊരു കട എന്ന് വെച്ചാൽ ഞാൻ പറയും സാമിയാന്ന്. ലിഫ്റ്റിലൊക്കെ കയറി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ അവിടെ റിനുമോൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ മോൾക്കൊന്നും ഇഷ്ടമാണില്ല. മനസ്സിന് തൃപ്തിയായത് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത കടയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മോൾക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഞങ്ങൾ ആണുങ്ങളുടെ സെക്ഷനിൽ പോയി. മൈമിപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ MCRും രാംരാജൊക്കെ ഞങ്ങളുടെ മുന്നിൽ കൂടെ അങ്ങനെ കയറി ഇറങ്ങിട്ടോ. അവസാനം ഞങ്ങൾ സെലക്ട് ചെയ്തു ആരെ, MCR അല്ല, രാംരാജ്. അതിന് പറ്റിയൊരു തുണി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാക്സിയുടെ സെക്ഷനിൽ പോയി. നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ മാക്സിക്കൊക്കെ. അങ്ങനെ അവിടുന്ന് മാക്സി എടുത്തു. കുറച്ച് നേരം മാത്രമേ തരേണ്ടി വന്നുള്ളൂ കേട്ടോ. എനിക്ക് വേഗം കിട്ടി മാക്സിയൊക്കെ. അങ്ങനെ ഞങ്ങൾ ബിൽ പേ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വേഗം നേരെ പോയി. എങ്ങനെയാണെന്ന് വെച്ചാൽ തിരക്കെന്ന് വെച്ചാലും പോലെ ഭയങ്കര തിരക്കാട്ടോ. റോഡിലും തിരക്ക്, കടകളിലും തിരക്ക്. പിന്നെ ഞങ്ങൾ നേരെ കൈഫ് ആൻഡ് ലക്ഷറിക്ക് പോയി. അവിടെയും മോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ ചുരിദാറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെടുത്താലോ എന്ന് വരെ മോഹിച്ച് പോയി ഞാൻ. അവിടുന്ന് എൻ്റെ മോൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേലോറ പുതിയൊരു കടയെന്ന് പറഞ്ഞിട്ട് അതെവിടെയെന്ന് വെച്ചാൽ അച്ചായൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ കട. ഞങ്ങളാണെങ്കിൽ ആകെ ആവശ്യമിക്കുക. ടയേർഡെന്ന് വെച്ചാലും പോലെ എങ്ങനെ ഒരു ടയേർഡായിട്ടില്ല ഞങ്ങൾ. അവസാനം മോള് സെലക്ട് ചെയ്ത് തിരഞ്ഞ് പിടിച്ച് അവസാനം ഒരു ജീനും ഒരു പാൻറ്റൊക്കെ എടുത്തു. ഇത് ഓരോരോ കസ്റ്റമറുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. ഇതാണ് മോള് എടുത്ത ജീനും ടോപ്പും. ഇഷ്ടമായല്ലോ. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു ഇനി അത് എടുത്തളാന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ അച്ചായൻസിൽ പോയി. ഒന്നും നോക്കിയില്ല. ഓരോ മിൻറ്റ് പിന്നെ ഒരു ഫ്രൈഡ് റൈസും ഒരു തവ ഫ്രൈയും ചിക്കന്. പിന്നെ ഫ്രൈഡ് റൈസിന് മുൻപുള്ള ഈ സംഭവങ്ങളൊക്കെ കൊണ്ടും ഞാനത് പ്ലേറ്റിലാക്കിയിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കണ ഒരു പരിപാടി ഉണ്ട് എനിക്ക് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് എത്തി, ഞങ്ങളുടെ തവ ഫ്രൈ എത്തി, ചിക്കന് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. ഒറ്റ പോർഷന് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തിട്ടു. കാരണം ക്യാഷില്ല, ക്യാഷ് തീർന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചോളൂ. പക്ഷേ അതൊക്കെ ഞങ്ങൾ വടിച്ചെടുത്ത് കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവിടുന്ന് പിന്നെ നേരെ ഓട്ടോ എടുത്ത് പിന്നെ നേരെ പോയി റിനുമോൾക്ക് മനുവിനൊരു ഡ്രസ്സ് എടുക്കണം റിനുമോളെ വകാമെന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ എക്സ്പോർട്ടിൽ പോയി. എവിടെയും തിരക്ക് തന്നെ, എവിടെയും തിരക്കില്ലാത്തത്. പെരുന്നാളായതുകൊണ്ട് പറയും വേണ്ട. അവിടുന്ന് മനുവിനൊരു ഷർട്ടും ടീഷർട്ടും എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ മെലോറയുടെ കവറൊക്കെ പിടിച്ചിട്ട് റിനു കണ്ടോ ടയേർഡായിരിക്കണം. ഓട്ടോയിൽ കയറി പച്ചക്കറിയും പലചരക്കൊക്കെ വാങ്ങി വീട്ടിൽ പോയി. അപ്പോൾ ഇൻഷാ അല്ലാ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.